നിങ്ങൾ ഏതെങ്കിലും പിടിച്ച രാജ്യം നോക്ക്, എല്ലായിടത്തും ഓരോ ദിവസവും ബോംബേറുകളിൽ, ചാവ് സ്ഫോടനങ്ങളിൽ നമ്മുടെ പാവപ്പെട്ടവർ പാകിസ്ഥാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും മരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യ പോലെ സുരക്ഷിതമായ ഒരു രാജ്യത്ത് മഹത്തായ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ അസ്തിത്വത്തിന് വേണ്ടി നമ്മൾ പൊരുതുമ്പോ ആ അസ്തിത്വത്തെ തകർക്കാൻ ഈ രാജ്യത്ത് വരുന്നവരോടൊപ്പം നിൽക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നത്. അതിനോട് നേരത്തെ പറഞ്ഞു 89 വോട്ടില അന്തർസ്ഥാനം ജയിച്ച് വണ്ടിയിട്ട് 89 വോട്ടിന് കാസർഗോഡിനേക്കാളും കൂടുതൽ മുസ്ലിം വോട്ടുകൾ ഉണ്ടായിട്ടും 89 വോട്ടുകൾ എന്ന് പറയുന്ന ഒരു കിണ്ണത്തിന്റെ വക്കിലെ അരിപോരികളുടെ വിജയമാണ് അന്തർസ്ഥാനം കിട്ടിയത്. എന്തുകൊണ്ട്? സമുദായത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് കുംഭമർപ്പിച്ച് നടന്ന കുറെ ആളുകൾ ദീനിന്റെ പേരിൽ BJP കരിപൂരമായി നിന്നതുകൊണ്ട് അവർ സാഹചര്യമുണ്ടായി. ഇവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ സമുദായത്തിൽ കുറെ ആളുകളുണ്ട്, വേറൊരു പാർട്ടിയുണ്ട്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ മൂല്യം നോക്കാൻ അവരുടെ പണി. എന്താണോ മൂല്യം നോക്കുന്നത്? കുഞ്ഞിരാവിലെ മുഹമ്മദും മത്സരിച്ചാല് 5 നേരവും നിസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന മുഹമ്മദിനോട്ടില്ല, കുഞ്ഞിരാവിലാണ് മൂല്യം എന്ന് പറഞ്ഞ് വോട്ട് കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടുകാരുണ്ട്. സീറ്റ് പറഞ്ഞിട്ടുണ്ട് പണ്ടേ. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ മൂല്യം നോക്കുന്ന മീറ്റർ നമ്മളിടത്തില്ല. തെർമോമീറ്റർ പനി നോക്കാൻ വേണ്ടിയ തെർമോമീറ്റർ, മർദ്ദമളക്കുന്ന ബാരോമീറ്ററാണ്. ഈ പറയുന്ന മൂല്യോമീറ്റർ അത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ. അപ്പൊ ഈ സമുദായത്തിൽ ഒരു വിഭാഗം അങ്ങനെ, ഒരു വിഭാഗം തീവ്രവാദികളായ വേറെ ജീൻകാർ, അത് വേറെ ഇവരെല്ലാവരോടും BJPയോടും മാർക്സിസ്റ്റിനോടും എല്ലാം മത്സരിച്ചാണ് ഈ 18 ആൾ നമുക്ക് കയറിയിട്ടുണ്ട്. ചെറിയ സംഗതിയല്ല. ഈ വലിയ കൊടുങ്കാറ്റിനിടയിൽ എവിടെ ഈ കോടിക്കണക്കിന് രൂപ രാവും പകലും ഉറക്കമടിച്ചുകൊണ്ട് ബഹുജന സമ്പർക്ക പരിപാടിയിൽ ആളുകൾക്ക് വായ്പയും കൊടുത്ത ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും 2000 വോട്ട് കുറവായി പ്രാവശ്യമറിയോ? നേരത്തെ കമർജി പറഞ്ഞതുപോലെ കോടതി ചെയ്തിട്ട് ചുക്കില്ല, ഒരു കുളവും ചെയ്യണ്ട. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ജനങ്ങളുടെ മേക്കിട്ട് കയറുക, അതിൽ അവർ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണെന്ന് നല്ലതെന്ന് തോന്നുന്നു. ഈ ഗുണം എല്ലാം ചെയ്തിട്ടും യഥാർത്ഥത്തില് കേരളത്തിൽ ഇടതുപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജയം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ സമുദായത്തിലേക്കുള്ള കുറേയേറെ ഈ പറയുന്ന ഈ ഇത്തിക്കണ്ണികൾ, അതാണ് മാർക്സിസ്റ്റുകാരുടെ അപ്പം പറയുന്നത്. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കിട്ടിയിരുന്നു, ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കിട്ടിയിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ എന്ന് പറഞ്ഞു കുറെ കൂടുതലാണ്ട. പയ്യന്നൂരിലെ ചേലോത്ത് പള്ളിയിൽ മൈക്ക് ഉപയോഗിച്ച് ബാങ്ക് വിളിക്കുമ്പോൾ എഴുകളാതിന്റെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ മൈക്ക് എടുക്കാൻ നമ്മുടെ പയ്യന്നൂരിൽ എടുത്താണ്. കൂടുതൽ പറയേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇസ്ലാമിനോട് നിർത്തിയം, ദീനിനോടുള്ള കൃപ അത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഞാനിപ്പോ കാണുന്നുണ്ട് ധാരാളം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതിനെല്ലാം ഇടയിൽ ഈ ന്യൂനപക്ഷങ്ങളെ ഇവരെ മാത്രം ഇങ്ങനെ ആളുകൾ ചാക്കിടാൻ കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കിട്ടിയെന്ന് യഥാർത്ഥത്തിൽ പറയുമ്പോൾ ഈ സമുദായത്തിലെ ആളുകൾ ചിന്തിക്കുന്നത് എന്ത് നേട്ടമാണ്. എവിടെ ഇവർ 30 കൊല്ലം ഭരിച്ച ബംഗാളിലാണ്, അവരില്ല 20 സീറ്റാണ്. എത്ര 20 22 13 സീറ്റ് അവർക്കുള്ളൂ. 13 200 300 എത്ര MLA-മാരുടെ സീറ്റിൽ 20 22 MLA-മാർ മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. ദീനിന്റെ പേരിലുള്ള കുഴപ്പങ്ങൾ അതൊന്നും അവരെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. അപ്പൊ ചില തെളിവുകളുണ്ടാവും, അവരുടെ പാർട്ടിയെ തീരുമാനിക്കേണ്ടത്. അതിലുണ്ട് CPM പറയുന്നത് പോലെയാണ് ചില തെളിവുകൾ ദീനിന്റെ ആളുകൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ന്യായമായ വിധത്തിൽ മൗലികമായ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ന്യായമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മുസ്ലിം ലീഗിന് കഴിയുന്നത് കൊണ്ട് ലീഗ് ഇവിടെ എല്ലാ കാര്യത്തിലും മുമ്പ് നിൽക്കുന്നു. ഈ ആളുകൾ പറയുന്ന വർഗീയം, പള്ളി ഉണ്ടാക്കുക, നിസ്കരിക്കുക, മദ്രസ ഉണ്ടാക്കുക, പിള്ളേരെ പഠിപ്പിക്കുക, അധ്യാപകരുടെ ശമ്പളം കൊടുക്കുക, ഇതെല്ലാം ഒരു വർഗീയമല്ല, ഇത് മൗലികമായ അവകാശത്തിൽപ്പെട്ടതാണ്. ആ കൃത്യം നിർവഹിക്കുന്നത് കൊണ്ട് സംയുക്ത ജമാഅത്തിലാണ് ലീഗാവും, പള്ളി കമ്മിറ്റിക്കാരന് ലീഗ്, ലീഗ് കമ്മിറ്റിക്കാരന് ലീഗ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അതല്ലാതെ വേറെ കയ്യിട്ട് വരുന്ന സിദ്ധാന്തമല്ല എന്ന് മനസ്സിലാക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സന്താമുക്ക് പോലെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ കുറെ കൂടി ഉത്ബുദ്ധരാവുക എന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പുതിയ ഭീഷണി ക്രിസ്ത്യൻ മതമേധാവികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ എന്ത് ചെയ്യാനാണ് ഈ പോകുന്നത്? ഇപ്പൊ പറഞ്ഞെന്താണ് നേരത്തെ 70 സീറ്റ് ജയിക്കുന്ന വ്യക്തം പറഞ്ഞു. ഇതൊന്ന് കിട്ടിയപ്പോ ഈ അബദ്ധത്തിൽ 70 സീറ്റിലും ജയിക്കുന്ന. ഇപ്പൊ ഇന്നലെ
ഈ ആളെ കണ്ടിട്ടപ്പോ പറഞ്ഞു. ആൾ പിന്നെ പല ആളും കൂടി പ്രധാനമന്ത്രി വരുമ്പോ എലിപ്പാട് മുതൽ സമ്മേളന നഗരി വരെ ആളുകൾ കൂടിയിരുന്നു. ഏതെങ്കിലും ഒരു നാട്ടിൽ പ്രധാനമന്ത്രി വരുമ്പോൾ ആളുകൾ നോക്കാതിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഈ പോകുന്ന 2-3 കാറുകളാണ്, വലിയ വലിയ കാറ്. ഡൽഹിയിൽ നിന്നും കണ്ണൂരിലേക്ക് തീവണ്ടിയിൽ വന്ന് തീവണ്ടിയിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അകമ്പടിയോടെ കോഴിക്കോട്ടേക്ക് ആനയിച്ചു കൊണ്ടുപോയ കാര്യമാണോ? ഇതെല്ലാം എന്ത് നിങ്ങളുടെ ഈ ചക്കാത്തായ നികുതിപ്പണമാണ്, യാഥാർത്ഥ്യപൂർവമായ ഇവന്റെയൊക്കെ വരവിന് മനസ്സിലാകുന്നില്ല. കുറെ കാറ് വണ്ടിക്ക് കൊണ്ടുവന്ന് ഡൽഹിയിൽ നിന്ന് എന്നിട്ട് രണ്ടാമത് ഇറക്കി ജീപ്തിക്കാരിൽ ഗുരു കൊടുത്തത് ഞാൻ അറിയുന്നില്ല. ഈ അവരുടെ ഈ കയറ്റണക്ക് കൂടി എങ്ങനെയും നമുക്ക് തിരിഞ്ഞില്ല. പക്ഷെ ഈ രീതിയിൽ ആർഭാടത്തിൻ്റെതായ ഒരു സമ്മേളനം നടത്തിയിട്ട് ഈ ആളുകളെ കാണുമ്പോൾ ഇതെല്ലാം നമ്മുടേതാണ് എന്ന് ധാരണയിൽ 70 സീറ്റ് കേരളത്തിൽ കിട്ടുമെന്ന് പറയുന്നിടത്തോളം ആ പാർട്ടിയിലെ ആളുകൾ ഇതാ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഏതായാലും BJP RSS എന്നൊക്കെ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ BJP പറയുന്നില്ല. ഇപ്പം നിലവിൽ RSSനെ പറയുന്നത് എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കില്ല. പിണറായി വിജയൻ അടക്കം RSSനെ വിമർശിച്ചല്ലാതെ BJP കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല. പുതിയ എന്തെങ്കിലും തന്ത്രമുണ്ടെന്ന് പറയാൻ പറ്റില്ല. RSS അവർക്ക് പ്രത്യേകമായ നയങ്ങളുണ്ട്. അവർ ഈ 1948 മുതൽ ഉണ്ടായിട്ടുള്ളവരുടെ ഈ സംഘശക്തി, ആ ശക്തി കൊണ്ട് കേരളത്തിലെ ഈ ന്യൂനപക്ഷങ്ങളുടെ ഈ അവസ്ഥയെ പരിവർത്തിപ്പിക്കാൻ അവർ വിചാരിക്കുന്നത് വരെ മാറ്റിയെടുക്കാൻ കഴിയാത്തത് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും നമ്മൾ വിശ്വസിക്കുന്നുകൊണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം ലീഗുകാരനെ മുഖ്യമന്ത്രിയാക്കിയ കേരളം, ആ കേരളം CH മുഹമ്മദ് കോയ സാഹിബിന്റെ തലയിൽ ജില്ലാ ക്യാപ്പ് വെച്ചുകൊണ്ട് നിങ്ങളാണ് ഈ നാട് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മതേതരത്വ രാഷ്ട്രീയ പാരമ്പര്യം അത് കേരളം ഇന്നും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. AK ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസുകാരനായ ക്രിസ്ത്യാനിക്ക് ഒരൊറ്റ ക്രിസ്ത്യാനിയുടെ വോട്ട് പോലും ഇല്ലാത്ത തിരുവരങ്ങാടി അസംബ്ലി മണ്ഡലത്തിൽ അയാൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തി കേരളത്തിലെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉന്നതിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് അയാളെ 10,000 വോട്ടുകൾക്ക് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മതേതരത്വ സ്വഭാവം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പിഴുതെടുക്കാൻ BJP അവരുടെ കേന്ദ്രമന്ത്രിമാർ, MP-മാർ, MLA-മാർ, അത് കൂടാതെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ തലസ്ഥാന ചാലകൻ മോഹൻ ഭഗവത് അയാളും ഒരാഴ്ച കേരളത്തിലുണ്ട്. എല്ലാവരും കൂടെ വന്നിട്ട് പോയി കേരളം ആകെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് കാവ്യവൽക്കരിക്കാൻ മോഹൻ ഭഗവത് ഈ പരിപാടിയുടെ വേറെ പരിപാടിയാണ്. ഇവരൊക്കെ വന്നിട്ട് കേരളത്തിൽ തമ്പടിച്ചുകൊണ്ട് ഒരു പരിവർത്തനം എന്ന് പറയുമ്പോ ആ പരിവർത്തനം നാളെ ഭൂരിയിറച്ചി തിന്നാൽ മാത്രമല്ല അതല്ലാതെ തന്നെ നിങ്ങൾ ഈ ഏടെ തുണി കൊടുക്കണം എന്ന് പോലും തീരുമാനിക്കാൻ ഇവർ മുന്നോട്ട് വരും. അല്ലെങ്കിൽ ലോകത്തെവിടെയുണ്ടോ ഇന്ന ഭക്ഷണം കഴിച്ചു കൊടുത്തു? ചൈനയിൽ പോയാൽ പാമ്പിന്റെ ഭക്ഷണമുണ്ട്, നമ്മൾ കഴിക്കുമോ? പക്ഷെ നീ കഴിച്ചേ പറ്റൂ. ചൈനക്കാരൻ പറഞ്ഞാൽ മരിക്കല്ലാതെ വേറെ ഗതിയില്ല. ഇവിടെ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ ഏത് ഭക്ഷണം അന്നമായി ഉപയോഗിക്കണമെന്ന് പറയാൻ ആർക്കും അധികാരമില്ലെങ്കിലും ഔദ്ധത്യത്തോടുകൂടി അധികാരത്തിൽ ദണ്ടുപയോഗിച്ചുകൊണ്ട് BJP എന്ന് പറഞ്ഞുവെന്ന് മാത്രമല്ല അത് നടപ്പിൽ വരുത്തി പാവങ്ങൾ അളവുകൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സമീപനം ഇന്ത്യയിൽ പടർന്നു പിടിക്കുമ്പോ ആ പടർന്നു പിടിക്കുന്നതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ജനാധിപത്യ മതേതര കക്ഷികളെ CPM പോലെയുള്ള ഇടതുപക്ഷ കക്ഷികൾ അടക്കം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരിക്കലും ഇതിൽ പ്രതിരോധിക്കാൻ കഴിയില്ല. ബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു കണ്ടത് തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുന്നതിന് വേണ്ടി കോൺഗ്രസും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് നിർത്തിയുണ്ടായി. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ബംഗാളിൽ നിന്നു. അതുപോലെയുള്ള സാഹചര്യം വരുമ്പോ ഈ തീവ്രതയ്ക്കെതിരായി പാർട്ടിത്വത്തിനെതിരായി നമുക്ക് മുന്നോട്ട് പോകാനുള്ള യോജിപ്പാനുണ്ടാകണം. ആ യോജിപ്പിന് വേണ്ടി വിശാലമായി ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ നിലനിൽപ്പിന് വേണ്ടി ജനാധിപത്യവും മതേതരത്വവും ബഹുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു ഭരണകൂടം രാജ്യത്തുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുൽത്താൻബുക്കിലെ ആത്മാർത്ഥയുടെ പ്രവർത്തകന്മാർ അവരിപ്പോ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന വലിയ പ്രയാസങ്ങൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട്. സാമ്പത്തികമായ മാന്ദ്യം, തൊഴിൽ മാന്ദ്യം, എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രവർത്തകന്മാർ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഈ പ്രതീക്ഷിത പ്രഖ്യാപിക്കപ്പെട്ട ഈ വൈദ്യുതിയുടെയും അതുപോലെ കുടിവെള്ള പദ്ധതിയുടെയും വിജയത്തിന് വേണ്ടി അവർക്ക് മുഴുവൻ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഈ കമ്മിറ്റിയെ നിങ്ങൾ എല്ലാവരും പരിപോഷിപ്പിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലൂടെ ഈ സൽക്കർമ്മം സ്വീകരിക്കപ്പെടുന്ന അമലാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത പ്രസംഗിക്കാൻ വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ബഷീർ എടനേരി, അഷറഫ് എടനേരിനെ ആദരവോടും ക്ഷണിക്കുന്നു. അതിന്റെ മുമ്പായി
ആദരിക്കൽ ചടങ്ങ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് കഴുത്തിട്ട് നൽകിയ, മുസ്ലിം യൂത്ത് ലീഗ് എന്ന പാർട്ടിക്ക് എല്ലാമായ സ്വത്ത് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട അഹമ്മദ് പുഞ്ചിരി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരിക്കൽ ബഹുമാനപ്പെട്ട പി മുഹമ്മദ് മുഞ്ഞിക്ക മാസ്റ്ററിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, സഹോദരന്മാരെ, പ്രസംഗിക്കുന്നില്ല. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി ഈ പ്രദേശത്ത് എത്തിച്ചേർന്ന ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ഇവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ നൽകിയത്. തീർച്ചയായും നിങ്ങളുടെ ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് എന്ന മഹിതമായ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനത്തെ കാസർഗോഡിൻ്റെ മണ്ണിൽ നേരിൻ്റെ വഴിയിൽ നയിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾക്കും മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾക്കും നിങ്ങൾ നൽകിയ പ്രൗഢഗംഭീരമായ സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി, നമ്മുടെ കഥാപ്രസംഗം തുടങ്ങുന്നത് വരെ, നേരത്തെ ഞങ്ങളുടെ കൂടെ 4:30 മണിക്ക് തന്നെ വന്നതാണ് ബഹുമാന്യനായ ഇബ്രാഹിം വളങ്കോട്, അതുവരെ അദ്ദേഹം പ്രസംഗിക്കും. അതുവരെ നിങ്ങളെല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. രാഷ്ട്രീയ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ യുവാക്കളുടെ കയ്യടികൾ സമ്മാനിച്ച യുവപ്രാസംഗികൻ അതെ ഇബ്രാഹിം പള്ളങ്കോട്. ഇബ്രാഹിം പള്ളങ്കോടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുഞ്ചാവി സദാമുക്ക് ബൈത്തുർ റഹ്മ വില്ലേജിൻ്റെ ഔപചാരികമായ തറക്കല്ലിടൽ കർമ്മവും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളുമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 മണിക്ക് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 4 മണിക്ക് ഇവിടെ എത്തി. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഇരുന്നതിൽ യാതൊരുവിധ പരാതിയോ പരിഭവവുമില്ല. കാരണം വസന്തത്തിൻ്റെ മനോഹാരിത പിരിയിച്ചുകൊണ്ട് തന്നോടൊപ്പം ജീവിക്കുന്നവന് തല ചായ്ക്കാൻ ഇടമില്ലാതെ പോകുന്നവൻ്റെ കണ്ണുനീരിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം തുറക്കപ്പെടാൻ ആകാശത്തിൻ്റെ അനന്തകൾ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രയെയും ചന്ദ്രനെയും സാക്ഷി നിർത്തി ഈ സായാഹ്നത്തിൽ അറബിക്കടലിൻ്റെ ഓരങ്ങളിലേക്ക് ചാഞ്ഞുപോയ അസ്തമ സൂര്യന്റെ രശ്മികളേറ്റുകൊണ്ട് തിളങ്ങി നിൽക്കുന്ന സദ്ദാമുക്കിന്റെ മനോഹാരിതമായ തീരത്ത് കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവർ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മയിൽ പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ കട്ടിള വെക്കുമ്പോൾ, ഒരു മഹോന്നതമായ ചരിത്രത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ അതിനൊരു ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയപരമായ മുസ്ലിം ലീഗിന്റെ നിലപാടുകളെ, അല്ലെങ്കിൽ വർത്തമാനകാലത്ത് മുസ്ലിം ലീഗ് നേരിടുന്ന വെല്ലുവിളികളെ, ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെയും RSSന്റെയും ഭരണകൂടത്തെ, അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ ഈ വേദിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സമ്മേളനത്തിന് മുമ്പായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാജ്യാഭിമാനം കാക്കുക, ആത്മാഭിമാനം ഉണർത്തുക എന്ന വലിയ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട യുവ സമൂഹത്തോട് സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ആ റോഡിനകത്ത് പ്രൗഢഗംഭീരമായ ഒരു പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. പ്രൗഢഗംഭീരമായ ഒരു പ്രകടനം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സദ്ദാമുക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രകടനത്തിന് അവിടെ തുടക്കം കുറിക്കുമ്പോൾ, ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടിയിട്ട് മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ ആ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകളെ പോലും നിങ്ങൾ കടത്തിവിടാൻ ആരെങ്കിലും ഒരാൾ ചെറിയ വൈമനസ്സം കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരാ, അത് മുസ്ലിം ലീഗിന്റെ ധർമ്മമല്ല. മുസ്ലിം ലീഗിന് ഒരു ധർമ്മമുണ്ട്. യൂത്ത് ലീഗുകാരന്റെ ധർമ്മം എന്താ? യൂത്ത് ലീഗുകാരന്റെ ധർമ്മം എന്ന് പറയുന്നത്
ആകാശത്തേക്ക് ഈ ഹരിത പതാക ഉയർത്തിയിട്ട് ഇൻഖിലാബ് സിന്ദാബാദ് വിളിക്കുന്നതിനോടൊപ്പം മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോ മറ്റുള്ളവരെ വേദനിപ്പിക്കൽ മുസ്ലിം ലീഗിന്റെ ധർമ്മമല്ല. മുസ്ലിം ലീഗിന്റെ ധർമ്മം എന്ന് പറയുന്നത് തന്റെ വീട്ടിനകത്ത്, തന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കുടുംബം ജീവിക്കുമ്പോ ആ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കലാണ്. തന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്, തന്റെ നാടിനപ്പുറത്ത് പഠിക്കാൻ പണമില്ലാതെ അവന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോ അവന് സ്കോളർഷിപ്പുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് യൂത്ത് ലീഗുകാരന്റെ ജോലി. തന്റെ വീടിനപ്പുറത്ത് അല്ലെങ്കിൽ തന്റെ നാടിനകത്ത് രോഗിയായി പണമില്ലാതെ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാതെ വരുമ്പോ അവന് വേണ്ടിയുള്ള പണം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് യൂത്ത് ലീഗുകാരന്റെ പണി. തന്റെ നാട്ടിനകത്തേക്ക് കല്യാണ ആലോചനകളുമായി കടന്നു വന്ന് പ്രായം ചെന്ന പെൺമക്കളെ കെട്ടിക്കാൻ വേണ്ടി പ്രായപ്പെട്ട ഉപ്പമാര് ശ്രമിക്കുമ്പോ കോയിടിക തിണ്ണയിലിരുന്ന് ഉള്ള കഥകൾ, ഇല്ലാത്ത കഥകൾ പറഞ്ഞു ആ കല്യാണം മുടക്കിക്കട കോളർ പിടിച്ച് പുറത്ത് ചാടിക്കാൻ യൂത്ത് ലീഗുകാരന് കഴിയണം. അവിടെയാണ് യൂത്ത് ലീഗുകാരൻ നന്മയുടെ രാഷ്ട്രീയത്തിന്റെ വക്താവാകുന്നത്. അല്ലാതെ റോഡ് തടയുക, മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കുക, അത് യൂത്ത് ലീഗുകാരുടെ ധർമ്മമല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവാം, നിങ്ങൾക്ക് വേദനയുണ്ടാവാം. നമ്മുടെ പ്രവർത്തകന്മാര് കൊല്ലപ്പെടുമ്പോ, യൂത്ത് ലീഗുകാരനെതിരെ പോലീസുകാരൻ അന്യായമായി കേസെടുക്കുമ്പോ, അവനെ വേദനിപ്പിക്കുമ്പോ, അവന്റെ ബൈക്കുകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഞങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ഇവിടുത്തെ പോലീസുകാര് നിയമം കയ്യിലെടുത്ത് ഞങ്ങൾക്കെതിരെ അക്രമം നടത്തുമ്പോ എന്തേ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു? രാത്രിയുടെ മറവിൽ, ഇരുളിന്റെ മറവിൽ സുഡാപ്പിക്കാരന്റെ ചോദ്യം നിങ്ങളെ തേടി വന്നേക്കാം. യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർക്ക് നട്ടലില്ലല്ലോ. നിങ്ങൾക്കെതിരെ കേസുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടില്ല. യൂത്ത് ലീഗിന് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടില്ല. യൂത്ത് ലീഗിന്റെ പാരാവാരം പോലെ പറന്നു കിടക്കുന്ന കേരളത്തിലെ യുവജനതയോട് പാണക്കാട് കൊളപ്പലക്കൽ തറവാട്ടിലെ കാരണവർ ഹൈദരലി ശാബ് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഏത് പാതിരാവിന്റെ ഇരുളിന്റെ മൂലയിൽ മീറ്റിംഗ് നടത്തി ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവന്റെ പിരടിക്ക് പിടിച്ച് അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ ഇവിടുത്തെ യുവജനത സന്നദ്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിയാനിട്ടല്ല. അക്രമം മുസ്ലിമിന്റെ വഴിയല്ല, അക്രമം ഇസ്ലാമിന്റെ വഴിയല്ല, അനീതി ഇസ്ലാമിന്റെ വഴിയല്ല. ഇസ്ലാമിന്റെ വഴി ശാന്തിയുടെ വഴിയാണ്, അത് സമാധാനത്തിന്റെ വഴിയാണ്. ആ വഴിയിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അതാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു നയം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാട് മേഖലയിലെ ആവേശഭരിതരായ കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആവേശഭരിതമായി നെഞ്ചോട്ട് ചേർത്തിയ ഒരു യുവജന സമൂഹമുണ്ടെങ്കിൽ അത് കാഞ്ഞങ്ങാട്ടെയും പരിസരത്തെയും യുവജന സമൂഹമാണ്. അവർ നിഷ്കളങ്കരാണ്. അവർ ലീഗിനോടൊപ്പം കൂടെ നിന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല, ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. അവർ ഈ ലീഗിനോടൊപ്പം നിന്നത് ഈ അർദ്ധചന്ദ്ര താരാങ്കിത ഹരിത പതാക നെഞ്ചോട്ട് ചേർത്ത് പിടിച്ചത് തന്റെ സമൂഹത്തിന് നേരെ വൈരാഗ്യപരമായി, വർഗീയപരമായി ആര് പ്രവർത്തിക്കണം അവനെതിരെ നട്ടല് വളയാതെ ഈ സമുദായത്തെ കാത്തു സംരക്ഷിക്കാനാണ് കാഞ്ഞങ്ങാട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ കൂട്ടായി നിന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ ധർമ്മം അതാണ്. നമുക്ക് ബോധമുണ്ട്. നമ്മുടെ പ്രവർത്തന മേഖല അങ്ങനെയായിരിക്കണം. നമ്മൾ അരാജകത്തിനെതിരെ പോരാടണം, ലഹരിക്കെതിരെ പോരാട്ടം നടത്തണം. സോഷ്യൽ മീഡിയകളൊക്കെ ചർച്ച ചെയ്യാണ് കാസർഗോഡ് ചെറുപ്പക്കാരെ കുറിച്ചിട്ട്. കാസർഗോഡ് ചെറുപ്പക്കാരാണ് ലഹരിയുടെ ഏറ്റവും വലിയ ആളുകൾ. കഞ്ചാവ് ഉപയോഗിക്കുന്നവർ കാസർഗോഡ് ചെറുപ്പക്കാരാണ്. വിദ്യാഭ്യാസ ബോധമില്ലാത്തവർ കാസർഗോഡ് ചെറുപ്പക്കാരാണ്. കാസർഗോട്ടെ കുട്ടികളെ തപ്പിയാൽ ഇന്ത്യയുടെ വിവിധ യൂണിവേഴ്സിറ്റികൾ കണ്ടെത്താനാവില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ പോകണം, ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, മൗലാന ആസാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, ചെന്നൈയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, അണ്ണാ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരണം. ഇവിടത്തെയൊക്കെ കാസർഗോട്ടെ ചെറുപ്പക്കാരുടെ കണക്കുകൾ നിങ്ങൾ എടുക്കണം. ഇതൊന്നും എടുക്കാതെ ഏതെങ്കിലും മുസ്ലിം നാമധാരികളായ ആളുകൾ തന്റെ സമുദായവുമായി ഏത് രൂപത്തിലുള്ള ബന്ധമില്ലാതെ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോ, കഞ്ചാവിന്റെയും മറ്റുള്ള മയക്കുമരുന്നിന്റെയും കേസുകളിൽ അകപ്പെടുമ്പോ ഒരു സമുദായത്തെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ട് ഒരു നാടിനെ കളിയാക്കി തല്ലി തകർക്കാൻ യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികളുള്ള കാലത്തോളം നിങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് യൂത്ത് ലീഗ് പറയുന്നത് രാജ്യാഭിമാനം കാക്കണം. എങ്ങനെയാണ് ഒരു യൂത്ത് ലീഗുകാരന് ഈ രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു യൂത്ത് ലീഗുകാരന് ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയുക? നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ, നമ്മുടെ രാജ്യത്തിന്റെ മഹോന്നതമായ സങ്കല്പത്തെ, നമ്മുടെ
we the people of India having solemnly resolved to constitute as a secularistic, democratic and sovereign country എന്ന് പറഞ്ഞ ഈ രാജ്യത്തിലെ നമ്മൾ ഈ രാജ്യത്തിലെ പരമോന്നതമായ ജനാധിപത്യത്തെയും പരമാധികാരത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള ഭരണഘടന ഉറപ്പു നൽകുമ്പോ അതിനെ ലംഘിച്ചുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് മതേതരത്വം എന്ന് പറയുന്ന ആശയത്തിന് നേരെ അതിന്റെ കടക്കൽ കത്തിവെച്ചിട്ട് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ തല്ലി തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ യൂത്ത് ലീഗുകാരാ നമ്മുടെ ധർമ്മം എന്താ നമ്മുടെ ധർമ്മം? മുസ്ലിം സമുദായം വേട്ടയാടപ്പെടുമ്പോ, ഇവിടുത്തെ ദളിതൻ വേട്ടയാടപ്പെടുമ്പോ, ഇവിടുത്തെ ന്യൂനപക്ഷത്തിലുള്ള ആളുകൾ വേട്ടയാടപ്പെടുമ്പോ നമ്മൾ അറിയണം, ഇവിടുത്തെ ദളിത് യുവാക്കൾ ഇവിടെ കൊല്ലപ്പെടുകയുണ്ടായി. വലിയ വലിയ എഴുത്തുകാരടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. രാജ്യത്തെ ഗവൺമെന്റിനെതിരെ അസഹിഷ്ണുത എന്ന് പറയുന്ന, ഇൻടോളറൻസ് എന്ന് പറയുന്ന ആശയത്തിന് നേരെ വിലയിരുത്തിയ ആളുകളെ മുഴുവനും എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് വരുമ്പോ രാജ്യാഭിമാനം കാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കണം. മദ്യമായി ജനാധിപത്യത്തിൽ വിശ്വസിക്കണം. രാജ്യം നൽകുന്ന മതേതരത്തിൽ വിശ്വസിക്കണം. മറ്റുള്ളവന്റെ മതവികാരങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യത്തിലും യൂത്ത് ലീഗുകാരൻ മുന്നോട്ട് നിന്നുകൂടെ. അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, RSSകാരൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. RSSകാരൻ രാജ്യത്തിന്റെ മതന്യൂനപക്ഷത്തെ അംഗീകരിക്കാത്ത RSSകാരൻ ഹൈന്ദവനല്ല, അവൻ ഹൈന്ദവനല്ല. ഹൈന്ദവ മതക്കാരോട് ഇവിടത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വെറുപ്പുണ്ടായി, അവരെ പ്രകോപിപ്പിച്ച് ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി. രാജ്യത്തിനകത്തെ സ്വാതന്ത്ര്യവും രാജ്യത്തിനകത്തെ മനോഹരമായ ഐക്യവും നഷ്ടപ്പെടണമെന്ന് RSSകാർ ആഗ്രഹിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അവരുടെ ചെയ്തികൾക്ക് ഫലമായിട്ട് നമ്മൾ ഹൈന്ദവ സമൂഹത്തിന്റെ നേരെ ഒരു ചെറിയ വിരൽ പോലും വരക്കരുത്. അവർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന 80% ആളുകളുണ്ട് ഈ രാജ്യത്തിനകത്ത്. അവരോടൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തെ കെട്ടിപ്പടുക്കണം. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ യുവതയാണ്. ആ യുവതക്ക് ഈ രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ വേണ്ടി കഴിയും. അതർപ്പിക്കാൻ വേണ്ടി കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ രാജ്യാഭിമാനം കാക്കണമെന്ന് പറയുന്നത്. എന്തിനാണ് മുസ്ലിം യൂത്ത് ലീഗുകാരോട് പറയുന്നത്? മുസ്ലിം യൂത്ത് ലീഗുകാരുടെ പാരമ്പര്യത്തിന്റെ കുറവുണ്ടോ? ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കണം. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ രാജ്യത്തിന്റെ മനോഹരമായ ഇന്നലകളിൽ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളിൽ ഉജ്ജ്വലമായ ചരിത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരുണ്ടായിരുന്നു. നിങ്ങൾ അറിയണം, 1500കളിൽ പോർച്ചുഗീസുകാരൻ കേരളത്തിനകത്തേക്ക് വന്നിട്ട് ഇവിടുത്തെ സമുദായത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹത്തെ ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോ കോഴിക്കോട്ടെ മിഷ്കാൽ പള്ളിയിൽ ഒരു യോഗം സാമൂതിരി രാജാവ് വിളിച്ചു വരുത്തിയപ്പോ ആ പള്ളിയിലേക്ക് സാമൂതിരി രാജാവിനോട് പ്രിയപ്പെട്ട കാളി മുഹമ്മദ് എന്ന് പറയുന്ന ആള് പറഞ്ഞു, പ്രിയപ്പെട്ട സാമൂതിരി രാജാവേ, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ശത്രുക്കളെ നേരിടാൻ ഞാനൊരു പടനായകനെ നൽകാമെന്ന് പറയുമ്പോ ആ പടനായകൻ എന്ന് പറയുന്ന കുഞ്ഞാലിമലക്കാരെ സംഭാവന ചെയ്തിട്ട് പോർച്ചുഗീസുകാരനെ തുരച്ച് ഓടിച്ച ചരിത്രം ഇവിടുത്തെ മുസൽമാന്റെ മരണമനോഹരമായ ചരിത്രത്തിന്റെ പിന്നാലെയുണ്ട്. അതിനുശേഷം നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആറടി മണ്ണ് എന്ന് പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമികയിലേക്ക് എടുത്തു ചാടിയ അഷ്ഫഖുല്ലാ ഖാന്റെ പിൻഗാമികൾ ബർമിംഗ്ഹാം കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് പോയി ജോർജ് രണ്ടാമന്റെ കുഞ്ചിരവം പിടിച്ചിട്ട് ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി ഐ ആം ഇന്ത്യൻ. ഇഫ് യു ആസ്ക്ഡ് അബൌട്ട് മൈ റിലിജിയൻ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി ഐ ആം മുസ്ലിം എന്ന് പറഞ്ഞു. ഐ നീഡ് ദ സോവറിറ്റി, ഐ നീഡ് ദ ഫ്രീഡം ടു ഇന്ത്യ എന്ന് പറഞ്ഞ മുഹമ്മദ് അലിയുടെ പിൻതലമുറക്കാർ, ആ മുഹമ്മദ് അലിയുടെ പിൻതലമുറക്കാർക്ക് ഈ രാജ്യത്തിനകത്ത് പലതും ചെയ്യാനുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ആ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ വഴികളിലൂടെയാണ്. നമ്മുടെ സമുദായം സമുദ്ധരിച്ചു വരട്ടെ, നമ്മുടെ സമുദായം ഉന്നതമായ വിദ്യാഭ്യാസം നേടട്ടെ. ആകാശത്തിന്റെ ബന്ധങ്ങൾക്കപ്പുറത്ത് പ്രകാശവർഷങ്ങൾക്കകലെ കിടക്കുന്ന കോടാനക്കോടി പ്രകാശവർഷങ്ങൾക്കകലെ കിടക്കുന്ന സിർക്കോണിക് നക്ഷത്രം കണ്ടെത്താൻ മലപ്പുറത്തം തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിക്ക് കഴിഞ്ഞുവെങ്കിൽ അതിന്റെ പിന്നിലെ ചരിത്രവും മുസ്ലിം ലീഗാണ്. അതുകൊണ്ടാണ് യുവത്വത്തോട് പറയുന്നത്, ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയകളിൽ നിങ്ങൾ പങ്കാളികളാവണം. രാജ്യത്തിന്റെ അഭിമാനത നിങ്ങൾ ശതമേൽപ്പിക്കരുത്. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത്. രാജ്യത്തിന്റെ മഹോന്നതമായ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാ തത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സങ്കല്പത്തിന് നേരെ നിങ്ങൾ പ്രവർത്തിക്കരുത്. നമ്മുടെ പ്രവർത്തനം ഉണ്ടാവേണ്ടത് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കണം, നമ്മുടെ നാടിന്റെ നന്മയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഏറ്റവും കൂടുതൽ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള, സംഘടനാ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിം ഐഡന്റിറ്റിയോടുകൂടി ആത്മാഭിമാനത്തോടെ
അവിടെയാണ് നിങ്ങൾ ബൈത്തുർ റഹ്മകൾ നിർമ്മിക്കേണ്ടത്, അവിടെയാണ് നിങ്ങൾ കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കേണ്ടത്, അവിടെയാണ് നിങ്ങൾ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ നൽകേണ്ടത്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് കണ്ണുകടിയാണ്. മുസ്ലിം ലീഗിനെ എല്ലാവരും ഇല്ലാതാക്കണം, എല്ലാവരും എതിർത്ത് പറയുന്ന മുസ്ലിം ലീഗിനെതിരെയാണ്. BJP-കാരൻ മുസ്ലിം ലീഗുകാരനെ കണ്ടുകൂടാ, CPM-കാരൻ മുസ്ലിം ലീഗുകാരനെ കണ്ടുകൂടാ, SDPI-കാരൻ സമുദായത്തിന്റെ ഭയമില്ലാത്ത ഇന്ത്യ, വിശപ്പില്ലാത്ത ഇന്ത്യ എന്ന് പറയുന്ന രൂപത്തിൽ വലിയൊരു മുദ്രാവാക്യവുമായി കടന്നു വന്നു രാജ്യത്തിനകത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ ഇല്ലാതെയാക്കുക എന്ന തന്ത്രത്തിലേക്ക് മാത്രം മാറിയിട്ടുണ്ട്. പിന്നെ കുറെ INL-കാർ, മറ്റുള്ള പാർട്ടിക്കാർ INL-ന്റെ കഥ പറയുമ്പോൾ ചില INL-കാരൊക്കെ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾ INL-ആയത് മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിനെ ഓർത്തിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരുത്തൻ സെട്ടു സാഹിബിനെ സ്നേഹിച്ചുകൊണ്ട് INL-ന്റെ പതാക പിടിച്ചുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന INL-കാരാ, ഇന്ന് രാത്രി നീ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിന്റെ നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കണം. എന്താണെന്നല്ലേ, 1992 ബാബരി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് സെട്ടു സാഹിബ് മുസ്ലിം ലീഗിൽ നിന്ന് അകന്നു പോയപ്പോ, സെട്ടു സാഹിബ് മാറി നിന്നപ്പോ ആരായിരുന്നു സെട്ടു സാഹിബ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം ലീഗിന്റെ നായകൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം ലീഗിന്റെ പടനായകൻ. ആസാമിൽ, ബംഗാളിൽ, ഉത്തർപ്രദേശിൽ പ്രശ്നമുണ്ടാകുമ്പോ, ആളുകൾ വളഞ്ഞു വരുമ്പോ അതിനിടയിലേക്ക് ഓടിപ്പോയിട്ട് ചോര പുരണ്ട വസ്ത്രം കൊണ്ടുവന്ന് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ഡിയർ പ്രൈം മിനിസ്റ്റർ ഐ നീഡ് ദ ജസ്റ്റിസ് എന്ന് പറഞ്ഞ് ഇന്ത്യ കണ്ട് ഗർജിക്കുന്ന സിംഹമായിരുന്നു പ്രിയപ്പെട്ട മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ്. INL-കാരാ, നിങ്ങളല്ല പാർലമെന്റിലേക്ക് അയച്ചത്, പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചത് സെട്ടു സാഹിബ് എന്ന് പറയുന്ന കോളേജ് പ്രൊഫസറെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ണിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയുടെ മണ്ണിൽ ഒരിടമുണ്ടാക്കി കൊടുത്തത് അർദ്ധചന്ദ്ര താരാങ്കിത പതാകയുമായി 7 പതിറ്റാണ്ട് കാലം ഭാരതത്തിന്റെ മണ്ണിൽ ന്യൂനപക്ഷത്തിന്റെ ആശയും പ്രതീക്ഷയുമായി ഒരു സമൂഹത്തെ പ്രബുദ്ധതയുടെ വിളക്കുമാടത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ഓർക്കാൻ INL-കാരൻ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ CPM-കാരെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ചോദിക്കട്ടെ, 1992 ശേഷം ഏകദേശം 10-16 വർഷക്കാലം സെട്ടു സാഹിബ് ഇവിടെ ജീവിച്ചിരുന്നല്ലോ. ഇന്ത്യയുടെ ഏറ്റവും മികച്ച പാർലമെന്റിനായിരുന്നല്ലോ. മാധ്യമങ്ങൾ മുഴുവനും സെട്ടു സാഹിബിന്റെ പ്രസംഗത്തിന് വേണ്ടി കാത്തിരുന്നല്ലോ. എന്തേ ഈ നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുന്ന CPM-കാർ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാർ സെട്ടു സാഹിബിനെ കൊണ്ടുപോയിട്ട് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരു അവസരം നൽകാത്തത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഒരു നേതാവിന് ഒരവസരം കൊടുക്കാതെ കൊണ്ടുപോയി നക്കി 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 INL-ന് ഉപ്പ് വെച്ച കലം പോലെയാക്കി മാറ്റിയിട്ട് ഒന്നും മനസ്സിലാവാതെ അന്ധമായ ലീഗ് വിരോധം മാത്രം മനസ്സിൽ വെച്ച് ലീഗിനെതിരെ സംസാരിക്കുന്ന INL-കാരാ, നീ ഒന്ന് മനസ്സിലാക്കണം. മുസ്ലിം സമുദായത്തെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഉറഞ്ഞു തുള്ളിയിട്ടില്ലാതാക്കാൻ ശ്രമിക്കുമ്പോ മനസ്സുണ്ടെങ്കിൽ, നല്ല മനസ്സുണ്ടെങ്കിൽ, വിശാലമായ മനസ്സുണ്ടെങ്കിൽ ഞങ്ങളുടെ വാതിലുകൾ ഇതാ മലക്ക് തുറന്നു കിടക്കുന്നു. പുറപ്പുറക്കൽ തറവാട്ടിന്റെ കാരണവർ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടന്നു വരാം, ഈ പതാക നെഞ്ചോട് ചേർക്കാം, ഈ നാടിന്റെ നന്മക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കാമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. അല്ലാതെ നിങ്ങളെ കൊണ്ടുപോയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. ഓരോ ഇലക്ഷൻ വരുമ്പോ നിങ്ങളെ നക്കി നക്കി സീറ്റ് തരാമെന്ന് പറഞ്ഞു ഒടുവിൽ ഒന്നുമില്ലാതെയാക്കിയിട്ട് നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും CPM-ന്റെ പിന്നാലെ പോകുന്നത്? CPM നിങ്ങളുടെ പേര് അവർക്ക് പ്രശ്നമല്ലായിരുന്നു, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ അവർക്ക് പ്രശ്നമല്ലായിരുന്നു. അവരുടെ പ്രശ്നം നിങ്ങളുടെ പതാകയുടെ നിറം പച്ചയായി പോയി എന്നത് കൊണ്ട് മാത്രമാണ് CPM-കാർ നിന്നെ അടുപ്പിക്കാതിരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, 1967 നിങ്ങൾ മുസ്ലിം ലീഗ് CPM-ഉമായിട്ട് ഇവിടെ ഭരണം പങ്കിട്ടിട്ടില്ലേ? അക്കാലത്തെ രാഷ്ട്രീയമല്ല എന്ന്. അന്നത്തെ രാഷ്ട്രീയമല്ല, അന്നത്തെ നിലപാടുകൾ എങ്ങനെയായിരുന്നു? അന്ന് വ്യക്തമായ ദിശാബോധമുള്ള നേതാക്കന്മാരുടെ പിന്നാലെയായിരുന്നു. അന്ന് നമ്മൾ ഭരണം CPM-ഉമായി പങ്കിട്ടുവെങ്കിലും ഈ സമുദായത്തിന് ആവശ്യമുള്ളത് പിടിച്ചു പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വരുന്ന 28-ാം തീയതി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് മരണപ്പെട്ടിട്ട് വർഷങ്ങൾ തികയുകയാണ്. വേദനയോടുകൂടി CH-നെ ഓർമ്മിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അവരോടൊപ്പം ഭരണം നിൽക്കുമ്പോ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നില്ല. അവർ കൊണ്ടുവന്ന നിലപാടുകളെ തിരുത്തിച്ചിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടക്കലിൽ വെച്ച് നടന്ന ഒരു സെമിനാറിൽ, സംഘടനയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സെമിനാറിൽ
ഒരു തലയെക്കെട്ട് പറ്റിയ ഒരു മുസ്ലിയാർ എന്ന് മുസ്ലിയാക്കന്മാരെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മുസ്ലിയാക്കന്മാർ എന്ന് പറയുന്നത് തുച്ഛമായ ശമ്പളം വാങ്ങി ഈ സമുദായത്തിനകത്ത് വീടുണ്ടാക്കി പെൺമക്കളെ കെട്ടിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അനേകമായിരം മദ്രസ മുഅല്ലിങ്ങളുടെ നാടാണ് ഇവിടെ. പക്ഷേ ഇറച്ചി ഭക്ഷണം കഴിച്ചിട്ട് തന്റെ കൊഴുപ്പ് കൂടിയിട്ട് എല്ലിന് കുത്തി തുടങ്ങിയപ്പോ മൈക്ക് മുമ്പിൽ കിട്ടുമ്പോ ഒരു മുസ്ലിയാർ പറഞ്ഞു, എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് ഇവിടെ പ്രവർത്തിക്കുമ്പോ അതിനെതിരിൽ ഒരു ഹിന്ദു ലീഗ് കൂടി ഉണ്ടായാൽ വർഗീയ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ മുസ്ലിയാരെ, പറ്റുമെങ്കിൽ യൂത്ത് ലീഗുകാരുടെ സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ആർജവമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന സമയത്ത് ഒരു ഓപ്പൺ ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണ്. ചരിത്രം അറിയില്ലെങ്കിൽ MSFന്റെ കുട്ടികളോട് ചോദിച്ചാൽ മതി, അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എന്താ മൂപ്പര് പറഞ്ഞത് അറിയണം? അവർ പറഞ്ഞു, തലയെ കെട്ടിയിട്ട് മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് പറയാണ്, ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോ അതിനെതിരെ ഹിന്ദു ലീഗ് വന്ന പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇങ്ങനെ മൈക്കിന് മുമ്പിൽ നട്ടല് പറയാതെ നിങ്ങളെ പ്രാപ്തമാക്കിയത് മുസ്ലിം ലീഗാണ്. അല്ല എന്ന് പറയാൻ കഴിയോ? വിദ്യാഭ്യാസം എന്ന് പറയുന്ന കേരളത്തിന്റെ മണ്ണിനെ ഊശ്വരമായി കിടന്നിരുന്ന മരുഭൂമിക്കകത്ത് വിദ്യാഭ്യാസത്തിന്റെ വിത്തിട്ടത് മുസ്ലിം ലീഗാണ്. അതിന് വെള്ളമൊഴിച്ചത് മുസ്ലിം ലീഗാണ്. അതിന് വളമിട്ടത് മുസ്ലിം ലീഗാണ്. അതിന് പൂന്തോട്ടം ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ്. അതിന് പൂങ്കാവനമാക്കി മാറ്റിയത് മുസ്ലിം ലീഗാണ്. ഫറൂഖ് കോളേജ് കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ട CH, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാന നായകന്മാർ രണ്ടാളുകളുടെ പേര് പറയുമ്പോ CHന്റെയും CD സാഹിബിന്റെയും പേര് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല കൂട്ടരെ. ആ പ്രിയപ്പെട്ട CH പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുസ്ലിം ലീഗുകാരോട്, കാണുന്ന പണക്കാരോട് പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലീഗിന്റെ അനുഭാവികളെ, നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂൾ ഉണ്ടാക്കാൻ, ഒരു LP സ്കൂൾ ഉണ്ടാക്കാൻ എനിക്ക് സ്ഥലം തരുമോ എന്ന് ചോദിച്ച് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഓടി നടന്ന് സ്കൂളുകളും കോളേജുകളും ഉണ്ടാക്കി. CHന്റെ ഭാഷയിലെ ആരാന്റെ വിറക് വെട്ടികളെയും വെള്ളം കോരികളെയും PhD-കാരെയും MTech-കാരെയും MBA-കാരെയും യൂണിവേഴ്സിറ്റി ചാൻസലർമാരെയും ഹൈടെക് ഉദ്യോഗസ്ഥന്മാരുമാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോ ഒരു നന്ദിയില്ലെങ്കിൽ നന്ദി കേടെങ്കിലും കാണിക്കാതിരുന്നു കൂടെ എന്ന് നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എന്റെ പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. എന്റെ പ്രായത്തിന്റെ ചോരത്തിളപ്പിലല്ല ഞാൻ പറയുന്നത്. ഞാൻ അടക്കമുള്ള ഈ ഹരിത പതാക ഉയർത്തിപ്പിടിക്കുന്ന അനേകമായിരം യുവാക്കളുണ്ട്. ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയ കായിക മില്ലത്തിനെ ഞങ്ങൾക്ക് മറക്കാനാവില്ല. കായിക മില്ലത്ത് ഒരു ദിവസം ഓടിക്കിതച്ചുകൊണ്ട് ബംഗാളിലെ സമ്മേളനത്തിൽ പോകാൻ വേണ്ടി ലേറ്റായി ട്രെയിൻ വന്നപ്പോ കാത്തിരുന്ന CD സാഹിബ് ദേഷ്യപ്പെട്ടു പത്രേ. പ്രിയപ്പെട്ട കായിക മില്ലത്തെ, താങ്കൾ എന്തിനാണ് വൈകിപ്പോയത് എന്ന് ചോദിക്കുമ്പോ വേദനയോടുകൂടി കായിക മില്ലത്ത് ഓടി ട്രെയിനിൽ കയറിയിട്ട് മിണ്ടാതിരിക്കുന്ന CD സാഹിബിന്റെ താടി പിടിച്ചിട്ട് പറഞ്ഞു പത്രേ, CD സാഹിബേ, ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോ എന്റെ ഭാര്യക്ക് കലശലായ പനിയാണ്, നല്ല തലവേദനയുണ്ട്. ആ പനി കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ വന്നപ്പോ അയലത്തെ വീട്ടിലെ സ്ത്രീയെ കൊണ്ടുവന്ന് എന്റെ വീട്ടിലാക്കി ഞാൻ വന്നപ്പോഴാണ്. ഇപ്പോഴും പരിമാറിയിട്ടില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ അവരുണ്ടാകുമെന്ന ഉറപ്പ് എനിക്കില്ല. പക്ഷേ എന്റെ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, എന്റെ സമുദായത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഓടി വന്നു എന്ന് പറഞ്ഞ കായിക മില്ലത്തിനെ നമ്മുടെ അവകാശത്തിന്റെ ഒരംശം പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ, മറ്റുള്ളവരുടെ അവകാശത്തിന്റെ ഒരംശം പോലും പിടിച്ചു പറിക്കില്ല എന്ന് പറഞ്ഞ CHനെ അവർ ഈ മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഈ ഭൂമികയിലേക്ക് പതിച്ചിട്ട് ഹൈന്ദവ സമൂഹത്തെ പ്രകോപിപ്പിച്ച് ഈ രാജ്യത്തിനകത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ 1000 പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരമ്പലത്തിന്റെ ഓട് പോലും ഇളക്കി മാറ്റരുത് എന്ന് പറഞ്ഞ് ആത്മസംനയത്തിന്റെ താരാട്ട് പാടിയിട്ട് ഒരു സമൂഹത്തെ പ്രബുദ്ധതയുടെ വിളക്കുമാടത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പിന്തലമുറക്കാരാണ് നിങ്ങൾ. ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾ ഭയക്കുന്നത് നിങ്ങളെയില്ല. ഞങ്ങൾക്ക് ഭയം അല്ലാഹുവിനെ മാത്രമാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ എന്ത് തന്നെ ഉണ്ടാക്കിയാലും ശരി, നിങ്ങൾ എന്ത് വേദന ഉണ്ടാക്കിയാലും ശരി, ഈ സമൂഹത്തിന്റെ കണ്ണീരൊപ്പാൻ, ഈ സമൂഹത്തിന്റെ വേദനകൾക്ക് മുൻനിൽക്കാൻ നിങ്ങളുടെ വിമർശനങ്ങൾ സുനാമി തിരമാലകളായി ആഞ്ഞടിച്ചാലും ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ചാലിയം അവരുടെ കഥാപ്രസംഗത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എന്റെ സമയം കവർന്നെടുക്കാൻ ആഗ്രഹിക്കാതെ, പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാര, നന്മയുടെ പാതയിലാവട്ടെ നിന്റെ മുന്നേറ്റം. രാജ്യത്തിന്റെ ദുർമതിക്ക് വേണ്ടി നിങ്ങൾ പോരാടണം. അവരുടെ വർഗീയതക്കെതിരെ നിങ്ങൾ പോരാടണം. നമ്മളാരും വർഗീയതക്കെതിരെ പോകണ്ട. വർഗീയത പ്രശ്നമുണ്ടാക്കാൻ നമ്മളാരും പോകണ്ട.
നമ്മളുടെ നന്മയുടെ ഭാഗത്ത് നിൽക്കാൻ യൂത്ത് ലീഗുകാരന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം ഈ ഭാരതത്തിന്റെ മണ്ണിൽ മുസ്ലിം ലീഗ് എങ്ങനെയാണോ നിലനിന്നത്, പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ പകുതിയിലേറെയും പച്ചക്കള്ളങ്ങളാണ്. അതിന് കൃത്യമായ മറുപടി തെളിവുകൾ സഹിതം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതിലൊന്നും ആരും വീണു പോകരുത്. സോഷ്യൽ മീഡിയയിൽ ഈ കാര്യത്തിലൊക്കെ വരുമ്പോ നിങ്ങൾ ആരും വീണു പോവാതെ, പ്രിയപ്പെട്ടവരെ, നന്മയുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ, മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ, മഹോന്നതമായ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു കടൽ തീരത്തു കൂടി വിശന്ന് പറഞ്ഞൊരു കുറുക്കൻ ഇങ്ങനെ യാത്രയാവുകയാണ്. വിശന്ന് പറഞ്ഞ കുറുക്കൻ ഇങ്ങനെ സഞ്ചരിച്ചു. കുറെ ദൂരം എത്തിയപ്പോ കടലിൽ നിന്നൊരു ആമ ഇങ്ങനെ കയറി വരികയാണ്. ആമ കയറി വന്നു. കുറുക്കൻ ഓടിപ്പോയി ആമയെ കയ്യിലെടുത്തു. ആമയെ കയ്യിലെടുത്തിട്ട് ആമയോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശപ്പുണ്ട്, ഞാൻ നിന്നെ ഭക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്, നിനക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആമ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. കുറുക്കൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, എന്റെ കൈമ നീ കിടക്കല്ലേ? ആമ പറഞ്ഞത് പറ്റൂല, എന്നെ നിലത്ത് വിട്ടാൽ മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക, എന്നെ നിലത്ത് വിടണം. അവസാനം ഗത്യന്തരമില്ലാതെ കുറുക്കൻ ആമയെ നിലത്ത് വിട്ടു. ആമ നേരെ പോയിട്ട് അവിടെ കൂട്ടിയിരുന്ന ഒരു മണൽപ്പുറ്റ്, നമ്മുടെ പൊയ്യ എന്ന് പറയുന്ന സാധനം, അത് ഇളക്കി മറിച്ചിട്ട് തിരിച്ചു വന്നിട്ട് കുറുക്കനോട് പറഞ്ഞു, നീ എന്നെ ഭക്ഷിച്ചോളൂ, പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഐ ഹാവ് വൺ മോർ റിക്വസ്റ്റ്. എന്താണെന്ന് ചോദിച്ചപ്പോ ആമ പറഞ്ഞു, നീ എന്നെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലും തോലും ഇവിടെ ഇടാൻ വേണ്ടി പാടില്ല. നീ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലും തോടും ഇവിടെ ഇടാൻ വേണ്ടി പാടില്ല. പിന്നെ എവിടെയാണ് ഇടേണ്ടത്? നീ എന്നെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലും തോലും കൊണ്ടുപോയി ഞാൻ ഇളക്കി മറിച്ച മണലിടണം. വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി കുറുക്കൻ ചോദിച്ചു, താങ്കൾ എന്ത് വൈചിത്രമാണ് പറയുന്നത്, വിചിത്രമായ കാര്യമാണ് പറയുന്നത്, ഞാൻ എന്തിനാണ് നിങ്ങൾ ഇളക്കി മറിച്ച ആ മണലിൽ കൊണ്ടുപോയിടേണ്ടത്? അഭിമാനത്തോടു കൂടി ആമ മറുപടി പറഞ്ഞു, ഒരു പക്ഷേ നീ എന്നെ ഭക്ഷിക്കുകയാണെങ്കിൽ, എന്റെ എല്ലും തോലും ഈ വഴിയിലിട്ട് പോവുകയാണെങ്കിൽ, ഇതിലൂടെ വരുന്ന ആളുകൾ വിളിച്ചു പറയും, ഒരു പാവം ആമ ഇവിടെ ജീവിച്ചിരുന്നു, ആരോ കൊന്നു പോയിട്ടുണ്ട്, അതിന്റെ അടയാളങ്ങൾ ഇവിടെ കാണാനുണ്ട്. നേരെ മറിച്ച് എന്റെ എല്ലും തോടും കൊണ്ടുപോയി ഞാൻ ഇളക്കി മറിച്ച മണൽ കൂട്ടിലാണ് നീ ഇടുന്നതെങ്കിൽ, ഇതിലൂടെ വരുന്ന ആളുകൾ വിളിച്ചു പറയും, ഒരു ധീരനായ ആമ ഇവിടെ ജീവിച്ചിരുന്നു, യുദ്ധം ചെയ്തിട്ടാണ് മരിച്ചത്, അതിന്റെ അടയാളങ്ങൾ ഈ മണലിൽ കാണാനുണ്ട്. അതുകൊണ്ട് യൂത്ത് ലീഗുകാരാ, MSFകാരാ, മുസ്ലിം ലീഗിന്റെ കാരണവന്മാരെ, നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, അവസാനം മരണപ്പെട്ട് പള്ളിയിലേക്ക് വെക്കുമ്പോ ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ട് നമ്മുടെ മയ്യത്തിന് സ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഏത് അധർമ്മത്തിന്റെ ഇരുമ്പ് വാതിലുകളെ ചവിട്ടി പൊളിച്ചു അക്രമത്തിന്റെ കരിങ്കൽ ഭിത്തികളെ അകറ്റി മാറ്റി മുസ്ലിം ലീഗ് ചിന്താബാദ് എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയാവട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. സ്നേഹാഭിവാദ്യങ്ങളോടെ അസ്സലാമു അലൈക്കും.